ഹായ് ഡിയേഴ്സ്, സൂപ്പർ കൺമണി സീരിയലിലെ ലേറ്റസ്റ്റ് പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ വരുണിലെ കുഴി അയാൾ തന്നെ തോണ്ടാനുള്ള എല്ലാ സാധ്യതയും അയാൾ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. മൊബൈലിൽ കൂടി പൈസ അയക്കാൻ നോക്കുമ്പോൾ അത് പോകുന്നില്ല. റേഞ്ച് ഇല്ലാത്തതുകൊണ്ടാണെന്ന് പറഞ്ഞ് തടി തപ്പാൻ നോക്കുന്നുണ്ടെങ്കിലും അതാകാനൊന്നും മിക്കവാറും സാധ്യതയില്ല. പൈസ കൊടുത്തില്ലെങ്കിൽ ഗുണ്ടകൾ തന്നെ അയാൾ പപ്പടമാക്കിക്കോളും. അതായത് കൺമണിയെയും കൃഷ്ണയെയും ശിക്ഷിക്കാൻ ഗുണ്ടകളെ വരുത്തിയിട്ട് അത് അയാൾക്ക് തന്നെ ഒരു പാരയാവുകയാണ്. ഇതേസമയം കൃഷ്ണനെയും കൺമണിയെയും വിളിച്ചു കിട്ടാത്തത് കൊണ്ട് തന്നെ ദേവിജിയും മഹിയും ആകെ ആശങ്കയിലാണ്. ദേവിജി പറഞ്ഞിട്ട് സാഗറിനും ടെൻഷൻ ആവുന്നുണ്ട്. സുജാതയെയും ആൻറ്റിയമ്മയെയും സാഗർ അറിയിക്കുന്നുണ്ട്. ആദ്യം പറയാൻ മടിയുണ്ടായിരുന്നെങ്കിലും പിന്നീടത് അറിയിക്കുന്നുണ്ട്. ആൻറ്റിയമ്മ ഒട്ടും സംശയിച്ചില്ല. തൻ്റെ ബലരാമനോടുള്ള വെറുപ്പിൻ്റെ ആഴം സാഗറിന് മുന്നിൽ തുറന്നു പറയുന്നുണ്ട്. എന്തിനാണ് സാഗറും സുജാതയും അംഗീകരിച്ചിട്ടും ആ സ്ത്രീക്ക് ഇത്രയും പക ആ പാവം മനുഷ്യനോട് തോന്നുന്നത് എന്നറിയില്ല. ആൻറ്റിയമ്മയെ ഒന്ന് സ്നേഹത്തോടെ വിളിക്കുന്ന സാഗർ തന്നെ അവരെ ചവിട്ടി പുറത്താക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. പക്ഷേ സുജാത അവരുടെ വാക്കുകൾ അന്ധമായിട്ട് തന്നെ വിശ്വസിച്ചിരിക്കുകയാണ്. അവർക്ക് അവരുടെ വാക്കുകൾ കഴിഞ്ഞേ എന്തോ ഉള്ളൂ. സ്വന്തം മക്കളെ തന്നെ അവരെ കഴിഞ്ഞിട്ടേ സുജാത വിശ്വസിക്കുന്നുള്ളൂ. സംശയമെന്ത്, ഇതിന് പിന്നിൽ ആ ബലരാമനാണ്. നിങ്ങൾ തലയിൽ കയറ്റി വെച്ചോ. എന്നാലേ അവൻ്റെ തനി ഗുണം കാണിച്ചു. അവൻ എത്ര പാവമായി നടിച്ചിട്ടും കാര്യമൊന്നുമില്ല. അവൻ്റെ ബ്ലഡിൽ അലഞ്ഞു ചേർന്നതാണ് ദുഷ്ടത്തരം എന്നൊക്കെ ആൻറ്റിയമ്മ ഏഷ്ണി പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ട് സാഗർ തൽക്കാലം മകനായി ബലരാമനെ തന്നെ അംഗീകരിച്ചെങ്കിലും മുൻപത്തെ അനുഭവങ്ങളും പിന്നെ മനസ്സിലുള്ള ആ സംശയം ഇപ്പോഴും പൂർണ്ണമായിട്ടും കെട്ടുപോകാത്തതുകൊണ്ട് തന്നെ സാഗറിന് സമനില തെറ്റുന്നുണ്ട്. എൻ്റെ മകൻ അവനിങ്ങനെ ചെയ്യില്ല സാഗർ എന്നൊക്കെയുള്ള സുജാത പറയുന്നുണ്ടെങ്കിലും സാഗർ അതൊന്നും കേൾക്കുന്നില്ല. അല്ലെങ്കിലും ആളിക്കത്തുന്ന മനസ്സിലേക്ക് ചെറിയൊരു വെള്ളത്തുള്ളി മതിയല്ലോ ആളിക്കത്താനായിട്ട്. അങ്ങനെയാണ് സാഗറിൻ്റെ മനസ്സ്. അതിനിടയിൽ മാനസ സുമിത്രയെ കാണുന്നുണ്ട്. ബലരാമൻ സാഗറിനെ പോയി കണ്ട കാര്യവും അവർ ബലരാമനെ അംഗീകരിച്ച കാര്യമൊക്കെ മാനസ പറയുന്നുണ്ട് സുമിത്രയോട്. നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഏതാണ്ട് അടുത്തെത്താറായി എന്നും മറ്റും പറയുന്നുണ്ട് അവർ. ബലരാമൻ പോകാണെന്ന് പറഞ്ഞെങ്കിലും അത് ഞാൻ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടെന്ന് മാനസ സുമിത്രയോട് പറയുന്നുണ്ട്. ആൻറ്റിയമ്മ ബലരാമനെ കുറ്റം പറയാൻ അതൊരു നല്ല അവസരമായിട്ട് തന്നെ കണക്കാക്കുകയാണ്. പക്ഷെ സുജാതയ്ക്ക് തൻ്റെ മകൻ അങ്ങനെ ചെയ്യില്ല. എത്ര ഹൃദയം പൊട്ടിയാണ് അവൻ ഞങ്ങളോട് ക്ഷമാപണം നടത്തിയത്. അവൻ്റെ വാക്കുകൾ കേട്ടാൽ ഇനിയും അത്തരം കൃത്യങ്ങൾ ചെയ്യുമെന്ന് തോന്നുന്നോ? ഒരിക്കലുമില്ല. അവൻ എൻ്റെ മോൻ, ഇതിൽ നിരപരാധിയാണ് എന്നൊക്കെയാണ് സുജാത ചിന്തിക്കുന്നത്. സാഗർ ബലരാമനെ വിളിച്ച് നീ എന്താ എൻ്റെ മക്കളെ ചെയ്തത് എന്നും അവരെവിടെയെന്നും നിന്നെ വിശ്വസിച്ചത് തെറ്റായി പോയെന്ന് തോന്നുന്നുവെന്നും നിന്റെ ക്രിമിനൽ സ്വഭാവം നിന്നെ വിട്ട് ഒരിക്കലും പോകില്ല എന്നും എന്താ നിന്റെ ഉദ്ദേശം എന്നും ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ കേട്ട് അച്ഛൻ എന്തു പറ്റി കൃഷ്ണ, എന്തു പറ്റിയെന്നൊക്കെ തിരിച്ച് ചോദിക്കുന്നുണ്ട് ബലരാമൻ. നീ ഒന്നും പറയണ്ട, എനിക്കെൻ്റെ മോനെയും കൺമണിയെയും എൻ്റെ കൺമുണിയിൽ കിട്ടണമെന്ന് പറയുന്നുണ്ട് സാഗർ. ഇത് കേൾക്കുന്ന ബലരാമനാണെങ്കിൽ ഞെട്ടി വിരച്ചുകൊണ്ട് ഫോൺ വെച്ച് ഒന്നും മിണ്ടാതെ പുറപ്പെടാനായിട്ട് ഒരുങ്ങുമ്പോൾ ഭാഗ്യശ്രീ കൈ പിടിച്ച് എന്താ ഉണ്ടായ ഏട്ടാന്ന് ചോദിക്കുകയാണ് ബലരാമനോട്. അപ്പോൾ ഭാഗ്യശ്രീയുടെ എല്ലാം തുറയെന്ന് പറയുകയും ചെയ്യുന്നുണ്ട് ബലരാമൻ. അങ്ങനെ ബലരാമൻ സാഗറിൻ്റെ വീട്ടിലെത്താണ്. ആൻറ്റിയമ്മ ബലരാമനെ കണ്ടയുടനെ ഷർട്ടിൽ കുത്തിപ്പിടിക്കുകയാണ്. സുജാതയുടെ തല പിടിച്ച് ബലരാമൻ സത്യ ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ. 10 മാസം എന്നെ നൊന്ത് പ്രസവിച്ച അമ്മയാണേ, ഇന്ന് സൂര്യാസ്തമനത്തിന് മുൻപേ അവരെ ഞാൻ ഇവിടെ എത്തിക്കുമെന്ന് സുജാതയൊക്കെ സത്യം ചെയ്തു കൊടുക്കുന്നു. അങ്ങനെ ബലരാമൻ കൺമണിയെയും കൃഷ്ണയെയും തേടി പുറപ്പെടുകയാണ് കേട്ടോ ചെയ്യുന്നത്.